ഒരു ലൈവ് സ്ട്രീമിങ്ങിനിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾക്ക് ഇന്തോനേഷ്യക്കാരിയായ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും ഇൻഫ്ലുവൻസറുമായ ഋതു താലിസക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. കൂടാതെ 10 കോടി IDR പിഴയും ഈടാക്കും. ഇന്തോനേഷ്യയിലെ സുമാത്ര നഗരത്തിലെ മേദാനിലെ ഒരു കോടതിയാണ് അവരെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത്. അന്തർദേശീയ മാധ്യമമായ BBC-യുടെ റിപ്പോർട്ട് പ്രകാരം അവർ യേശുവിന്റെ ഒരു ചിത്രം ഉയർത്തിക്കാട്ടുകയും ഒരു പുരുഷനെ പോലെ തോന്നിക്കാൻ മുടി മുറിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇക്കാര്യം മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നാണ് കേസ്. ടിക്ടോക്കിൽ 4 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ഋതു താലിസ. ക്രിസ്തുമതത്തിനെതിരെ വിദ്വേഷ പ്രസംഗം പ്രചരിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ഇവർ ഒരു മുസ്ലിം ട്രാൻസ്ജെൻഡർ സ്ത്രീയാണ്. ആംനസ്റ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2024 ഒക്ടോബർ 2-ന് ഒരു ടിക്ടോക്ക് വ്യൂവർ താലിസയോട് പുരുഷനെ പോലെ മുടി മുറിക്കാൻ ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി താലിസ തന്റെ ചാനലിൽ ഒരു ലൈവ് സ്ട്രീം ഷെയർ ചെയ്തു. അതിൽ താലിസ യേശുക്രിസ്തുവിന്റെ ചിത്രം പിടിച്ചിരുന്നു. നീ ഒരു സ്ത്രീയെ പോലെ കാണപ്പെടരുത്, അവന്റെ അച്ഛനെ പോലെ കാണപ്പെടാൻ നിന്റെ മുടി മുറിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു. യേശുക്രിസ്തുവിന്റെ നീണ്ട മുടിയെ പരിഹസിച്ചാണ് ഈ പരാമർശം അവർ നടത്തിയത്. അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം, അതായത് 2024 ഒക്ടോബർ 4-ന് 5 ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ താലിസക്കെതിരെ ദൈവനിന്ദക്ക് പരാതി നൽകി. അതിന്റെ തുടർനടപടിയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ ശിക്ഷ ഉണ്ടായത്. തിങ്കളാഴ്ച വിധിക്കെതിരെ താലിസക്ക് അപ്പീൽ നൽകാൻ 7 ദിവസത്തെ സമയം കോടതി നൽകിയിട്ടുണ്ട്. 2024-ൽ ഏതുതരം മൃഗങ്ങൾക്കാണ് ഖുറാൻ വായിക്കാൻ കഴിയുന്നതെന്ന് കുട്ടികളോട് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിന് മറ്റൊരു ടിക്ടോക്കർ മതനിന്ദയുടെ പേരിൽ അറസ്റ്റിലായി എന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ എന്നിവരുൾപ്പെടെ നിരവധി മതന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇന്തോനേഷ്യക്കാരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സിറിയ, ലിബിയ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലോ മതപരമായ ഏറ്റുമുട്ടലോ വെറുപ്പിന്റെ കച്ചവടമോ നടക്കാത്ത ഒരു രാജ്യമായാണ് ഇന്തോനേഷ്യയെ കണക്കാക്കുന്നത്. ഇന്ത്യയെ പോലെ തന്നെ റിപ്പബ്ലിക് രാജ്യത്തോട് സമാനതകളുടെ രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ. തീവ്രവാദ സംഘടനകളായ IS-ഉം അൽ-ഖ്വയ്ദയും എല്ലാം ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയെ ലക്ഷ്യം വെച്ചിട്ടും അത് പ്രാവർത്തികമായില്ല. 700 ഭാഷകളിലധികം സംസാരിക്കുന്ന ഈ രാജ്യത്തിൽ ഭാഷയുടെ പേരിൽ ലഹളയോ കൊലപാതകമോ നടക്കാറില്ല എന്നതും ശ്രദ്ധേയമാണ്.